ഹലോ, നമുക്കിന്ന് പുതിയൊരു വീഡിയോ കാണാം. ഇന്നാള് ഞങ്ങൾ ഒരു ദിവസം തൃശ്ശൂർ സൂവിൽ പോയി. അവിടുത്തെ മൃഗങ്ങളെല്ലാം കണ്ടു. അതിൻ്റെ ഫോട്ടോ എടുത്തു. ഇനി അതെങ്ങനെയൊക്കെ ചെയ്തെന്ന് നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഓരോ മൃഗത്തിൻ്റെ വിവരങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ പുറകെ കാണിക്കുന്നത്. ഇതാണ് തൃശ്ശൂർ സൂ. നമ്മളിപ്പോൾ മാംസബുക്കുകളെ കാണാനാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇറച്ചി മാത്രം കഴിക്കുന്ന ജീവി. കടുവ, സിംഹം, പുലിപുലി. അല്ല ജിജി, അതേലോട് ചക്കര. മൃഗങ്ങളെ കല്ലെടുത്തെറിയോ ആഹാരം കൊടുക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് കടുവയല്ലേ ചേച്ചി? ഇതാണ് ബംഗാൾ ടൈഗർ, നമ്മുടെ ദേശീയ മൃഗം. 20 തൊട്ട് 30 വർഷം വരെ ജീവിക്കും. ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ ഇവിടെയൊക്കെ കടുവകളെ കാണാം. മഴക്കാടുകളാണ് ഇവരുടെ വാസസ്ഥലം. ഇന്ത്യൻ വനങ്ങളിൽ കാണപ്പെടുന്ന മാർജാര വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ജീവിയാണ് കടുവ. ചേച്ചി വേണ്ട ഒരു കറവ നോക്കണം നമ്മളെ. അവര് പുറത്തിറങ്ങിയിട്ട് എല്ലാവരുടെയും ചിക്കൻകാല് പോലെ തിന്നാനായിരിക്കും വിചാരിക്കുന്നത്. നീ ചിരിക്കണ്ട, നമ്മളൊക്കെ ലോലിപോപ്പ് ആയിട്ടായിരിക്കും കാണുന്നേ. സ്വിമ്മിംഗ് പൂളിനകത്ത് ഒരുത്തം കിടക്കുന്നു. എന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് തമാശ. അവിടെ കിടന്ന സാധനം കിടന്നില്ലേ? ഈ ചെല്ലിട്ടിനെ കാണാൻ പോയാലോ? നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹം 25 തൊട്ട് 30 വർഷം വരെ ജീവിക്കും. കൂട്ടമായി ജീവിക്കുന്ന മാർജാര വർഗത്തിൽപ്പെടുന്ന ഏക ജീവിയാണ് സിംഹം. സിംഹ അലകളോടലകൾ. അവനൊക്കെ ഈ പ്രായമായെന്ന് തോന്നുന്നു. നടക്കാനൊന്നും വയ്യാന്നാ എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ പുള്ളിപ്പുലി, ലെപ്പേഡ്.
15 വർഷം മുതൽ 20 വർഷം വരെ ജീവിക്കും. ഏഷ്യയിലും ആഫ്രിക്കയിലും കാണപ്പെടുന്നു. കരിമ്പുലിയും പുള്ളിപ്പുലിയുടെ ഇനത്തിൽപ്പെട്ടതാണ്. അവൻ മരത്തിന്റെ മുകളിൽ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക. ദാ അവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു. ഇരകളെ കൊന്ന് മരത്തിന്റെ മേളിൽ വെച്ചിട്ട് കുറേശ്ശെയായി തിന്നുന്ന ഒരു സ്വഭാവം ഇവക്കുണ്ട്. ഇന്നേ സൂയില് ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിനെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ. താങ്ക് യു.